പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പുതുപറമ്പിൽ കുടുംബസമാജത്തിൻ്റെ പേരിലുള്ള പകമഴിഞ്ഞ പ്രാർത്ഥനയും അനുശോചനവും രക്ഷിക്കും കുടുംബത്തിനും മറ്റെല്ലാ കുടുംബക്കാരുകൾക്കും വളരെ സ്നേഹപൂർവ്വം നേരുകയാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് വാഗ്ദത്ത പ്രതീക്ഷയാൽ ദാസനെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ നാളിൽ കർത്താവേ, നീ തണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്ത് വലമ്പാതെ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ. മൃഗനായുസ്സും സകലത്തിന്റെയും നാഥനും ദൈവമായും ശിഹായതിനെ കുറിച്ച് അടയാളത്തോടും ദൈവദൂതന്മാരുടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചരക്ഷകരായി അവരുടെ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെ വേർതിരിക്കപ്പെടുകയും ചെയ്ത രക്ഷാകരമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാൽ ലോകാരംഭത്തിന്റെ സിദ്ധമാക്കി ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരനെ സ്വീകരിക്കണം. ഞങ്ങളുടെ ദിവസമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, മരിച്ചത് നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരായ ഞങ്ങളെ ആപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞൊരു മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖലയിൽ പ്രത്യക്ഷനാവുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ഒരു ദിവസത്തിൽ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിലേക്ക് ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന് കൃപയും അനുഗ്രഹവും ദിവസത്തുമാറായി എപ്പോഴും എപ്പോഴും എന്നേക്കും.
പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവിൽ നിന്ന് ഞാൻ പ്രയത്നിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലംഭാഗേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖലയെ പ്രത്യക്ഷനാവും. സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടം നിൽക്കും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർക്ക് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാർമ്മ തന്നെ സജ്ജമാക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്ത്യവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലംഭായേ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രത്യേകിച്ച് മരണമടഞ്ഞ മഹിമോടും കൂടി അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ദാസൻ ഫ്രാൻസിസിന്റെ ആത്മാവിനെ മിശ്ര സമൂഹത്തിൽ പ്രവേശിക്കണം. നീതിമാന്മാരെ സ്വർഗീയ മണകളെയും നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആകുന്നതാകുന്നു. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യന് അനുഭവിക്കാത്തതും ധ്യാനത്തിലേക്ക് ഈ സഹോദരനെ നീ സ്വീകരിക്കണം. അവിടെ നിന്റെ വിസിലോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ സഹോദരന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുന്നു, സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുന്നു. വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ സഹോദരനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലംഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവരാനന്ദിക്കുന്ന കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാവിന് സ്തുതി. ഭാവപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം
പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. ദയാദിക്കും പാപങ്ങളുമായി ചെറുകയട്ടെ. മഹനീയമായ ത്രിത്വത്തിന്റെ നികൃതി ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഉന്നത നിർഭനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വചനം കൊടുമരാൻ വരമരുകണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിന്തലെന്നും ഭൂമി മുഴങ്ങും കാഹളനാഥൻ ഉചിതമല്ലോ. അന്ത്യമില്ലാത്തോർ അവികലമോറന്നുവരാൻ വരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയുടെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. ഉയരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം വ്യാപിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസൻ ഫ്രാൻസിസിനെ വിളിക്കട്ടെ. നിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ നിർത്തണമേ. പാവങ്ങളെല്ലാം പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതലേ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ ഫ്രാൻസിസിനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, മരണം മൂലം നമ്മിൽ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട അയ്യപ്പച്ചൻ്റെ വേർപാടിൽ പലർക്കായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഇടവഴി പേരിലുള്ള അനുശോചനം പ്രത്യേകമായി അറിയിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കിടപ്പിലായിരിക്കുകയും കഴിഞ്ഞ ദിവസം കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും രോഗിലേപനം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കുത്തോടു കൂടെ തന്നെയാണ് ഈ അപ്പച്ചൻ നമ്മിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ളത്. 76 വർഷത്തെ തൻ്റെ ഈ ലോക ജീവിതം ഈ കുടുംബാകുന്ന അത്താരയിൽ തൻ്റെ ജീവിതം ബലിയർപ്പിച്ച് 4 ജന്മം നൽകി വളർത്തി വലുതാക്കി ഇവരെല്ലാം ജീവിതാന്തത്തിൽ പ്രവേശിപ്പിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കിയാണ് അപ്പച്ചൻ നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. അപ്പച്ചൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഈ കുടുംബത്തിനും ഇടവകയ്ക്കും നാടിനും പ്രകാരമെല്ലാം ഉപകാരപ്രദമായിരുന്നോ ആശ്വാസമായിരുന്നോ നമുക്ക് നന്ദി പറയാം. മാനുഷികമായ എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും തീർച്ചയായിട്ടുണ്ടാകും. ഏതെങ്കിലും പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെയാണ് മരണം പോലും ഏർപ്പെട്ടു പോയെങ്കിൽ തമ്പുരാൻ്റെ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായി അപ്പച്ചൻ്റെ സൽകൃത്യങ്ങൾ സമർപ്പിക്കാം.
ആത്മാന ദൈവം എല്ലാ കടങ്ങളും പാപങ്ങളും മോചിച്ച് വേഗത്തിലെ അപ്പത്തിനെ സ്വർഗീയ സൗഭാഗ്യം പ്രവേശിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഒരു സ്നേഹത്തോടുകൂടി കുടുംബത്തിൻ്റെ പേരിൽ ക്രമങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ജോൺ മോളച്ചൻ അനുശോചന സന്ദേശം നമുക്ക് നൽകും. എല്ലാ അച്ഛന്മാരോട് ചേർന്നുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. അനുദപിക്കുന്ന ഭാവിയുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി സന്ദനത്തിന് ഇവരെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും പോകണമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നമുക്ക് സമാധാനം. കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാഠിന്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃഢത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിലെ നാഥനുമാകുന്നു പിതാവുന്ന പരിശുദ്ധാത്മാവായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിക കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിരവിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനു ക്ഷയമുള്ളോ രക്ഷകനാകും. മർത്യദേവം സകലേശം ചിറക് വിടർത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പരവീഥിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരിൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശ ഇല്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ
മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5, 24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട വന്യവൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വത്സല കുഞ്ഞുങ്ങളെ, വളരെ പ്രത്യേകം അതില് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഫ്രാൻസിസ് ഏട്ടൻ്റെ കുടുംബനാഥൻ്റെ വേർപാടിന് ദുഃഖിതയായിരിക്കുന്ന കുടുംബനാഥ, മക്കള്, മരുമക്കള്, സഹോദരങ്ങള്, ചെറുമക്കള്, ബന്ധുജനങ്ങളെ, പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെ പേരിലും സന്യസ്തരുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റെല്ലാ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലും ഈ അപ്പച്ചൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന അമ്മച്ചിയോടും മക്കളോടും മരുമക്കളോടും ചെറുമക്കളോടും സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമാതിൽ അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഈ അപ്പച്ചൻ കുടുംബനാഥൻ തൻ്റെ ഈ ഭൂമിയിൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകള് എല്ലാം പൂർത്തിയാക്കി ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി നമ്മോട് വിട പറഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിച്ചു പോകുന്ന അനുഗ്രഹീതമായ ദിനമാണ് ഇന്ന്. തന്നെ ദൈവം ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് ഭാര്യയോടും മക്കളോടും മരുമക്കളോടും ചെറുമക്കളോടും സഹോദരങ്ങളോടും ഉള്ള കടമകള് കൃത്യമായിട്ട് നിർവഹിച്ച് താനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും തന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച് ഈ അപ്പച്ചൻ ഇന്ന് യാത്രയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ഇദ്ദേഹത്തെ കർത്താവിന്റെ നിത്യവസതിയിലേക്ക് യാത്രയാക്കാനായിട്ട് ഒരുങ്ങാം. ഈ നാടിന് താൻ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നാൽ കഴിയുന്ന നന്മകള് പകർന്നു നൽകി നന്മയുടെ ഏറെ ഓർമ്മകളെ അവശേഷിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം നമ്മിൽ നിന്ന് കടന്നു പോവുക. അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിച്ചിട്ട് സുവിശേഷ നന്മകളെ അതിന്റെ പൂർണ്ണതയിൽ പിന്തുടരാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നല്ലൊരു ഭർത്താവായും നല്ലൊരു അപ്പച്ചനായും നല്ലൊരു സഹോദരനായും നല്ലൊരു അപ്പൂപ്പനായും നല്ലൊരു സുഹൃത്തായും ഒക്കെ
ഈ നാട്ടിലും കുടുംബത്തിലുമൊക്കെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. ദൈവം നൽകിയ ആ ദാനങ്ങളെ ദൈവിക നന്മയ്ക്കായിട്ട് വിനിയോഗിച്ചുകൊണ്ടും തന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ നന്മ തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ടും അദ്ദേഹം ജീവിച്ചു. തന്റെ കടമകൾ പൂർത്തിയാക്കി ഇതാ ഈ അവസാന നാളുകളിൽ ഒരുപക്ഷെ രോഗത്തിന്റെ അസ്വസ്ഥതകളേറെ അലട്ടിയിരുന്നു. തന്റെ നിത്യയാത്രയിലേക്കുള്ള ഈ ഒരുക്കത്തിന്റെ കാലഘട്ടത്തില് ഈ രോഗാവസ്ഥയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ രോഗിലേപന ശുശ്രൂഷകളും പാപമോചന കുദാശയും സ്വീകരിച്ച് നിത്യയാത്രയ്ക്കുള്ള ഭക്ഷണമായ ദിവ്യകാരുണ്യവും സ്വീകരിച്ച് ഒരുക്കത്തോടെ കർത്താവിന്റെ തിരുമുഖ ദർശനത്തിനായിട്ട് കടന്നു പോകുന്ന ഈ അപ്പച്ചനെ നമുക്ക് പ്രാർത്ഥനാപൂർവം യാത്രയാക്കാം. ഒരുപക്ഷെ മാനുഷികമായ കുറവുകളോ പോരായ്മകളോ ഈ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെല്ലാം മാപ്പ് അപേക്ഷിക്കാം. നമ്മുടെ പ്രാർത്ഥനകളില് പ്രത്യേകം അദ്ദേഹത്തെ അനുസ്മരിക്കാം. രക്ഷയുടെ അടയാളമായ കുരിശ് അദ്ദേഹത്തെ ഈ നിത്യയാത്രയിലേക്കുള്ള ഈ പ്രയാണത്തില് അദ്ദേഹത്തിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു എന്നുള്ള ഈശോയുടെ പഠനം ഏറ്റുവാങ്ങി ദൈവത്തിൽ വിലയം പ്രാപിക്കുവാനായിട്ട് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ എന്തെങ്കിലും കുറവുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വിശുദ്ധ കുരിശിനൊഴിയ തിരുരക്തത്താലെ അദ്ദേഹത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ നിത്യവസതിയിലേക്ക് അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ നിത്യകൂടാരത്തില് അദ്ദേഹത്തെ വിശുദ്ധിയുടെ ഗീതങ്ങൾ ആലപിക്കുവാൻ സ്വീകരിക്കണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ വേർപാടില് അദ്ദേഹത്തെ നിത്യവസതിയിലേക്ക് നാം യാത്രയാക്കുമ്പോൾ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന അദ്ദേഹത്തെ അനുഗമിക്കട്ടെ. നമുക്കൊന്നു ചേർന്ന് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ആശ്വാസത്തിന്റെ വചനങ്ങൾ നമുക്ക് പറയാം. നിത്യവസതിയിലേക്ക് പ്രാർത്ഥനാപൂർവം ഒന്നു ചേർന്ന് അദ്ദേഹത്തെ യാത്രയാക്കാം. കർത്താവ് അദ്ദേഹത്തിന് നിത്യസമ്മാനം നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമാതില് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങളില് തുടർന്നും പങ്കെടുക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഈ ആത്മാവിന് കണ്ണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗൗൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മുഖത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ ദാസൻ ഫ്രാൻസിസിന്റെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം ശ്രദ്ധാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധാവുമായ ഞാൻ വിശ്വസിക്കുന്നു.
പ്രതിവത്തിലാത്തോയുടെ കാലത്ത് പേടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് അതാണ് ഇറങ്ങി മരിച്ചു കിടയുന്ന മൂന്നാം തവണ ഉയർത്ത് സുരഭികളെ ഐക്യത്തിലും അവരുടെ മോചനത്തിലും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. ദയാധിക്യം പാപങ്ങളെല്ലാം മായിച്ചു കളയട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്ന ഞങ്ങളുടെ ജീവനാണ് ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിനാലും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നേറുന്നു? തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സരതമരട്ടും. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ഈ പദം പ്രയോഗിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചിന്ത, ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നത് ഫ്രണ്ട്സിസ് ഇടയ്ക്ക് ചില വർഷങ്ങളും മറ്റു വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതൊന്നും പിന്നീട് ഒരിക്കലും ഓർക്കാത്ത രീതിയിൽ വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലും തുറന്ന് ക്രൈസ്തവ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ക്രിസ്തീയതയുടെ ഒരു അന്തസത്തതാണ്. തീർച്ചയായിട്ടും വലിയ മനസ്സിൻ്റെ, വിശാലമായ മനസ്സിൻ്റെ ഉടമസ്ഥതയാണ് അദ്ദേഹത്തിനുള്ളത്. ആ വലിയ മനസ്സിന് തമ്പുരാൻ ഒരു സമ്മാനം നൽകുമെന്ന് പ്രത്യാശിക്കാം. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മൊഴിയെ ന്യായീക്കുമാറാകട്ടെ. വിശ്വസ്തനായ വൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ജ്ഞാനത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, വിലാപയാത്രയെ നാം ഇടവദേവാലയത്തിലേക്ക് പോവുകയാണ്. അപ്പച്ചൻ്റെ 5ാം ജന്മദിനം ഇവരും ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് ഇടവദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും റുപ്പീസും പ്രാർത്ഥനയുമായിട്ടാണ് നമ്മൾ ആചരിക്കുക. എല്ലാവരും അറിയിപ്പാൽ സ്വീകരിച്ച് കുടുംബത്തിൻ്റെ കൂടെ 5 ദിവസത്തിന് ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കും. ശനിയാഴ്ച കാലത്ത് 10 മണി. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളുടെ യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വതഭാഗ്യം നയനരുളിക
എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ, എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ, ദുരിതമില്ലവിടെ, ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ.
നിങ്ങളെ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടുപോകില്ല. പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അന്ന് ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്തു. സ്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മൗത്തമണിയും ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ് വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയും ഓർത്തോട്ടിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. കുടമായി അറിയിക്കുകയും സുവിശേഷത്തിൻ സന്ദേശം പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗമെന്നൊരാ വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നു കർത്താവേ, നിന്റെ ദാസൻ ഫ്രാൻസിസിനെ ആത്മാവെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഞങ്ങളുടെ സഹോദരൻ്റെ ഈ ശരീരത്തിന് നീ ദിവ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥാപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പരിശുദ്ധാത്മാനുസ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പോലെ നിന്നെ പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാപിനിക്ക് പ്രതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവ് നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുന്ന പരിശുദ്ധാത്മമായി സർവേശ്വര. മരിച്ചുപോയവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യശാന്തി കൊടുക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, പുകഴ്ത്തുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യമെഴും വിധിയാൽ രാജ്യം നേടും.
മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽവാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. അളവറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമുടുകളടവിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽവാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായ ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽവാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ നിന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. തെറ്റുകളെ തുടച്ചു മാറ്റണമേ. എനിക്കെതിരായി ഞാൻ പാപം ചെയ്തു. സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് ഉപരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവജീതായകമശുദ്ധാലാസനീയർച്ചർദ്ധാവേശത്തും മഹനീയമായ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുന്നതിന്റെ പദപാന്തരത്തിച്ചയുടെ പാപങ്ങൾ പുറക്കുന്നതിന് കരുണ നിറഞ്ഞവനും നീതിമാനും അധികർത്താവേ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലേമിലേക്ക് ഞങ്ങളുടെ സഹോദരൻ ഫ്രാൻസിസിനെ പ്രവേശിപ്പിക്കട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ സംസ്കാര ശുശ്രൂഷകളിൽ സഹകരിച്ച് ഈ സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കട്ടെ. അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുഞ്ചുക്കൾ നിക്ഷേപിച്ച് അന്തിമ അർപ്പിക്കാം.
ആമേൻ.